നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ അതിയായ സന്തോഷത്തിലാണ്. കാരണം ഈ 21-ാം നൂറ്റാണ്ടിൽ, പ്രത്യേകിച്ച് ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരാണായി ജീവിക്കാൻ കഴിഞ്ഞത് എൻ്റെ പൂർവജന്മ സുഹൃതമാണ്. എന്തൊരു സ്വാതന്ത്ര്യം, എന്തൊരു തുല്യത, എന്തൊരു ഭാഗ്യം അല്ലേ. രാവിലെ എഴുന്നേറ്റത് മുതൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് എന്താണ്? ജെൻഡർ ഇക്വാലിറ്റി അഥവാ ലിംഗസമത്വം. ലോകം ഇത് എങ്ങോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ? ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ഏവർക്കും ഒരേ നീതി, ഒരേ അവകാശം. കേൾക്കുമ്പോൾ തന്നെ എന്ത് രസമല്ലേ. പക്ഷേ ഈ പബ്ലിക് ലൈഫിലേക്ക് നോക്കുമ്പോഴാണ് ഈ സമത്വത്തിലെ ചില സ്പെഷ്യൽ എഡിഷൻസ് നമ്മളൊക്കെ കാണുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സമത്വ സുന്ദര ലോകത്ത് നമ്മുടെ ആണുങ്ങൾ അനുഭവിക്കുന്ന ചില ആഡംബര സങ്കടങ്ങളെ കുറിച്ചാണ്. നമുക്ക് ആദ്യം പൊതുഗതാഗതത്തിലെ ആ തുല്യനീതിയെ ഒന്ന് വിലയിരുത്താം. ഒരു പാവം കോളേജ് പയ്യൻ രാവിലെ കഷ്ടപ്പെട്ട് ഓടിപ്പിടിച്ച് ബസ്സിൽ കയറുന്നു. സീറ്റ് കിട്ടുന്നു, ഇരിക്കുന്നു. കണ്ടക്ടർ വരുന്നു, പറയുന്നു ലേഡീസ് സീറ്റിൽ നിന്ന് മാറട എന്ന്. ഓക്കെ, നിയമമാണ്, മാറി. വണ്ടിയിൽ നല്ല തിരക്ക്. അപ്പോഴാണ് അടുത്ത കാഴ്ച. ലേഡീസ് ഓൺലി സീറ്റുകളെല്ലാം ഫുള്ളായി കഴിഞ്ഞാൽ അടുത്തതായി നമ്മുടെ സഹോദരിമാർ ലക്ഷ്യം വെക്കുന്ന എങ്ങോട്ടാണ്? നേരെ പുരുഷന്മാരുടെ സീറ്റിലേക്ക്. അവിടെ ചെന്നിട്ട് സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കാനോ വിൻഡോ സീറ്റ് വേണമെന്നോ പറഞ്ഞ് പുരുഷന്മാരുടെ സീറ്റ് അങ്ങോട്ട് കയ്യേറും. അവിടെ നിൽക്കുന്നത് ഒരുപക്ഷെ കാലിന് പരിക്കേറ്റ ഒരു പയ്യനോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് തളർന്നു വരുന്ന പ്രായമായ മനുഷ്യനോ ആകാം. പക്ഷെ നമ്മുടെ സമത്വവാദികൾ അവിടെ ഫോണിൽ തലപൂഴ്ത്തിയിരിക്കും. ചോദിച്ചാൽ പറയും ഇത് ജനറൽ സീറ്റാണ്, ആർക്കും ഇരിക്കാമെന്ന്. കണ്ടോ, അതാണ് ബുദ്ധി. ലേഡീസ് സീറ്റ് സ്ത്രീകൾക്ക് മാത്രം, പുരുഷന്മാരുടെ സീറ്റ് എല്ലാവർക്കും. എന്ത് മനോഹരമായ ഇക്വേഷൻസ് അല്ലേ. ഇനി ഇതിന്റെ മറുപുറം നോക്കാം. വണ്ടിയിലെ തിരക്ക് കാരണം ഒരു ആൺകുട്ടി അബദ്ധത്തിൽ ഒരു ലേഡീസ് സീറ്റിന്റെ കമ്പിയിൽ ഒന്ന് ചാരി നിന്നാ മതി, തീർന്നു. പെണ്ണുങ്ങളുടെ സീറ്റിൽ വന്ന് ഉരസുന്നോടാ കള്ള എന്ന് ചോദിച്ച് നാട്ടുകാരും ഇൻസ്റ്റഗ്രാം ടീംസും ഒക്കെ വരും. ഒടുവിൽ വണ്ടി നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്. അതായത് നിയമം വഴി സ്ത്രീകൾക്ക് കിട്ടുന്ന മുൻഗണന അവകാശവും പുരുഷന്മാർ ജനറൽ സീറ്റിൽ നിൽക്കേണ്ടി വരുന്നത് അവരുടെ വിധിയുമാണ്. ഇനി നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് വരാം. വനിതാ പോലീസ്, പിങ്ക് പോലീസ്, വനിതാ കമ്മീഷൻ. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഇതൊക്കെ 100% വേണം, അതിൽ തർക്കമില്ല. പക്ഷേ തുല്യതയെക്കുറിച്ച് 24 മണിക്കൂറും പ്രസംഗിക്കുന്ന ഈ സമൂഹത്തിൽ ചതിക്കപ്പെടുകയോ മാനസികമായി പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു പുരുഷൻ എവിടേക്കാണ് പോകേണ്ടത്? അവൻ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവിടെയുള്ള മറുപടി എന്തായിരിക്കും? നീ ഒരാണല്ലേ, ഇതൊക്കെ സഹിക്കാൻ പഠിക്കും. അല്ലെങ്കിൽ ഒരു പെണ്ണാണോ നിന്നെ ഇങ്ങനെ? പരിഹാസം. അതായത് പുരുഷന്മാർക്ക് വേദനിച്ചാൽ അത് വെറും കോമഡി, സ്ത്രീകൾക്ക് വേദനിച്ചാൽ അത് നാഷണൽ ഇഷ്യൂ. പുരുഷന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു മെൻസ് കമ്മീഷൻ വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഉടനെ വരും ടാഗ്, മറ്റേ പുരുഷാധിപത്യത്തിന്റെ ആളാ. ഇനി വരുന്നത് ഏറ്റവും അപകടകരമായ സോണാണ്, നിയമങ്ങളുടെ ദുരുപയോഗം. സ്ത്രീധന നിരോധന നിയമവും ഗാർഹിക പീഡന വിരുദ്ധ നിയമവും ഒക്കെ ഉണ്ടാക്കിയത് പാവപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കാനാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ചിലർക്കെങ്കിലും ഇതൊരു ന്യൂക്ലിയർ വെപ്പണാണ്. ഒരു ചെറിയ പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ ഒരു അവിവേകത്തിന് ബ്രേക്കപ്പ് പറഞ്ഞു, അതുമല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ചെറിയൊരു വാക്കുതർക്കമുണ്ടായി, ഉടനെ വരും അടുത്ത ഡയലോഗ്, നിന്റെയും നിന്റെ കുടുംബത്തിനെയും ഞാൻ പീഡന കേസിൽ അകത്താക്കുമെന്ന്. കളി കഴിഞ്ഞു. പെൺകുട്ടി സ്റ്റേഷനിൽ ചെന്ന് കരഞ്ഞു മെഴുകി ഒരു മൊഴി കൊടുത്താൽ മതി. നമ്മുടെ നിയമ സംവിധാനം അന്വേഷണമൊക്കെ പിന്നെ നടത്താം, ആദ്യം ആൺകുട്ടിയെയും അവന്റെ കുടുംബത്തെയും അങ്ങ് അകത്തിടാമെന്ന്. വർഷങ്ങൾ കഴിഞ്ഞ് കോടതിയിൽ കാശും സമയവും കളഞ്ഞ് യുവാവ് നിരപരാധിയാണെന്ന് തെളിയിക്കുമ്പോൾ സൊസൈറ്റി പറയും, അവന്റെ ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. പക്ഷേ അപ്പോഴേക്കും അയാളുടെ യൗവനം പോയി, ജോലി പോയി, നാട്ടിലെ അഭിമാനം പോയി, മാനവും പോയി. ഈ നഷ്ടപ്പെട്ട ജീവിതം ഏത് സമത്വവാദിയാണ് തിരിച്ചു കൊടുക്കുക? വ്യാജക്കേസ് കൊടുത്ത് ഒരു കുടുംബം തകർത്ത ആ സ്ത്രീക്ക് എന്ത് ശിക്ഷ കിട്ടും? പരമാവധി ഒരു ചെറിയ പിഴ. ഇതാണ് സുഹൃത്തുക്കളെ തുല്യനീതി. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ലിംഗസമത്വം എന്നത് വൺ വേ ആവരുത്. സ്ത്രീകൾക്ക് അധികാരം കൊടുക്കുന്നതിനൊപ്പം തന്നെ പുരുഷന്മാരുടെ മൗലിക അവകാശങ്ങളും ഇവിടെ സംരക്ഷിക്കപ്പെടണം. നിയമങ്ങൾ ഇരു വിഭാഗത്തിനും തുല്യമായ നീതി ഉറപ്പാക്കുമ്പോഴേ അതിനെ സമത്വമെന്ന് വിളിക്കാൻ പറ്റൂ. അല്ലാതെ ഒരിടത്ത് മാത്രം തൂക്കം കൂടുന്ന ത്രാസ് വെച്ച് നമ്മൾ തുല്യതയെ അളക്കരുത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അനുഭവങ്ങളും ചിന്തകളും താഴെ കമന്റ് ചെയ്യൂ.